السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. صدق الله مولانا العظيم. അഭിവന്ദരായ അരിയല്ലൂർ ഉസ്താദ് അവറുകളെ, ഓണംപള്ളി ഉസ്താദ് അവറുകളെ, സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, പ്രവർത്തകരെ, ഓൺലൈനിൽ ഇത് വീക്ഷിക്കുന്ന പ്രേക്ഷകരെ, വളരെ മഹത്തായ ഒരു ആദർശ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റഹ്മാനായ ജല്ല ജലാലായ റബ്ബ് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തരുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി കേരളീയ ജനങ്ങൾക്ക് മാത്രമല്ല ലോകത്തൊട്ടാകെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രമോട്ട് ചെയ്യുകയും അതിനുവേണ്ടി ആവുന്നതൊക്കെ ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. അല്ലാഹു അത് ശക്തിപ്പെടുത്തുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ്. അതേ സമയത്ത് നിങ്ങൾ പൊതുപ്രവർത്തനത്തിനിറങ്ങുമ്പോഴോ നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാകണം. പൊതുപ്രവർത്തനങ്ങൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് കളവ് പറയുന്ന ആളുകളുണ്ടാകും, അസത്യത്തിന്റെ വക്താക്കളുണ്ടാകും. അവരെ കൂടെ നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാകണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സത്യവാന്മാരുടെ കൂടെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു അങ്ങനെ നിലനിർത്തി പെരുമാറാകട്ടെ. ഇത് ഇവിടെ തഖ്വ കൊണ്ട് മുറുകെ പിടിക്കാൻ അല്ലാഹു പറയുമ്പോൾ സൂറത്ത് മാഇദയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടണം. മാധ്യമങ്ങൾ മുഖേന, മീഡിയേറ്ററുകൾ മുഖേന നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ഈ മീഡിയേറ്റർ? തഫ്സീർ റൂഹുൽ ബയാൻ എഴുതുന്നു, മശായിഖുൽ ത്വരീഖ വ ഉലമാഉൽ ഹഖീഖ. ത്വരീഖത്തിന്റെ മശായിഖന്മാർ, ഹഖീഖത്തിന്റെ ഉലമാക്കൾ, അവരാണ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വസീല എന്ന് ഇസ്മാഈലുൽ ബറൂസവി റൂഹുൽ ബയാനിൽ വിശദീകരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തഖ്വ വേണം. ത്വരീഖത്തിന്റെ മശായിഖന്മാർ മുഖേന അല്ലാഹുവിലേക്ക് അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ അടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ആദ്യം ഓതിയത് തഖ്വയോടെ ജീവിക്കുക, സത്യം പറയുന്നവരോടൊപ്പം ആദർശത്തിൽ ഉറച്ചു നിൽക്കുക.
രണ്ടാമത് പറഞ്ഞത് തഖ്വയോടുകൂടെ ജീവിക്കുക, മശായിഖന്മാരുടെ റൂട്ടിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഇതല്ലേ അള്ളാഹ് പറഞ്ഞത്? അപ്പൊ മശായിഖന്മാരുടെ റൂട്ടിലൂടെ സഞ്ചരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നോക്കാം ഏതാണ് മശായിഖന്മാരുടെ റൂട്ട്, ആരാണ് മശായിഖന്മാരുടെ റൂട്ടിൽ ഉള്ളത്. ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് കീശേരി സ്ഥലത്തിന്റെ പേര് കുഴിഞ്ഞോളം. ഈ സ്ഥലം മുമ്പേ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. മശായിഖന്മാർക്കെതിരെ ആദ്യമായി ഇബ്ലീസ് വന്നത് ഈ നാട്ടിലാണ് എന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. ആണോ? ആരറിയില്ല അല്ലേ? അള്ളാഹു അത്തരം ഇബ്ലീസുകളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി തരുമാറാകട്ടെ. അപ്പോ എന്താണ് വിഷയം? തഫ്സീർ റൂഹുൽ ബയാൻ എഴുതുന്നു, ഇബ്തഗൂ ഇലൈഹിൽ വസീല, വസീല മുഖേന അല്ലാഹുവിലേക്ക് അടുക്കണം, മശായിഖന്മാർ മുഖേന അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന്. അഥവാ നിങ്ങൾ ത്വരീഖത്തിലൂടെ ഹഖീഖത്തിന്റെ ഉലമായിലൂടെ മുന്നേറണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേസമയം നോക്ക്, നിങ്ങൾ മശായിഖന്മാരെ ത്വരീഖത്തിനെ പാടെ അവഗണിച്ചുകൊണ്ടാണ് സമസ്തയുടെ മറുഭാഗത്തുള്ള ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. പുറത്തുള്ള എന്റെ സ്നേഹിതന്മാരെ ഇത് നിങ്ങൾ ലൈവായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കി, ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, എനിക്കത് വേണ്ട എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അങ്ങനെ കുറെ സമീപനങ്ങളിൽ ഈ ശരീരത്തെ മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആയതിനെ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു തങ്ങളുടെ ശരീരത്തിന് ഞാൻ തിന്നുന്നില്ല, തങ്ങളുടെ ശരീരത്തെ അയക്കാതെ ശരീരത്തെ ആണെങ്കിൽ ഞാൻ തിന്നുന്നു. ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, ഏത് ത്വരീഖത്ത് ചെലവാക്കാൻ? ഹക്കായ ത്വരീഖത്ത് ചെലവാക്കുക എന്നുള്ള പേടിണ്ടായതുകൊണ്ട് ഞാൻ വരൂല. അപ്പൊ ത്വരീഖത്ത് ഹക്കാണെങ്കിലും നമുക്ക് വേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം തന്നെ എഴുതുകയാണ്. വ്യാജന്മാരെ എതിർത്തുകാട്ടി ത്വരീഖത്തിനെ തന്നെ നിഷേധിക്കുന്നവരുണ്ട്. ആര്? വ്യാജ ത്വരീഖത്തുകാരും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും ദീനിന്റെ ശത്രുക്കൾ. മുസൈലത്തുൽ കദ്ദാബിനെ ചൂണ്ടി പ്രവാചകന്മാരിൽ നിന്ന് നിഷേധിക്കുന്നതിന് തുല്യമാണിത്. ഇത്തരക്കാരെയും തുറന്നു കാണിക്കണം. അതായിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസൈലത്തുൽ കദ്ദാബിന്റെ അനുയായികൾ എന്ന് സ്വയം എഴുതി വരികയാണ്. ഹക്കായ ത്വരീഖത്തിനെ വിമർശിക്കുകയാണ്. എന്നിട്ട് അതിനു വേണ്ടി ഒരു പുസ്തകം തന്നെ. സാധാരണ എല്ലാ പുസ്തകങ്ങൾക്കും നീല ചട്ടേനെ എഴുതരുത്, പക്ഷെ ഇതിനും ചുവപ്പ് ചട്ട ഇട്ടത് സ്വാലിഹീങ്ങളെ ചോര കൊടുക്കുന്ന പുസ്തകമായതുകൊണ്ടാണ്. അത്രത്തോളം മഹാന്മാരെ ഇതിനെ തല്ലിപ്പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബിനെ കമ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇബ്നുൽ ജൗസിയുടെ തൻബീഹ് ഇബ്ലീസിനോടാണ്. അത് നോക്കരുതെന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതി വച്ചിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? എന്നിട്ട് ഇദ്ദേഹം ഈ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതുകയാണ്. അദ്ദേഹം എഴുതുകയാണ്, ഈ പുസ്തകം മലയാള സാഹിത്യത്തിൽ ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം എന്ന ഈ ഗ്രന്ഥത്തിന്റെ ഇടമേത് എന്നത് പരിഗണിച്ചിട്ടില്ല. ഇതിന്റെ ഇടം ചവറ്റുകൊടുക്കുകയാണ്, വേറെ ഇടമില്ല. കാരണം ഹക്കായ ത്വരീഖത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ എന്ത് റോളാണുള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ ഇബ്തഗൂ ഇലൈഹിൽ വസീല, ത്വരീഖത്തിന്റെ മശായിഖന്മാരിലൂടെ അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാ. ആ നഫ്സിലാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇത് ചില്ലറ കേസാണോ?
അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, ഹക്കായ ത്വരീഖത്ത് ചെലവാകുമോ എന്നൊരു പേടിയുണ്ട്. നിങ്ങളെന്തിനാ പേടിക്കും? നിങ്ങളാരാ? നിങ്ങൾ പേടിച്ച് തരേണ്ട കാര്യം നിങ്ങൾ വരുന്നതിന്റെ കൂടെ ഹക്കായ ത്വരീഖത്ത് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടോ ഈ പുസ്തകത്തിന് സാധാരണ മൂപ്പർ എല്ലാ ബുക്കിനും അവതാരിക എഴുതാൻ. പക്ഷെ ഇങ്ങനൊക്കെ പറയുകയാണെങ്കിലും ഇയാൾക്ക് ത്വരീഖത്തുണ്ടോ? ഇപ്പൊ ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, അത് ചെലവാക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഫത്താവ ദഹബിയ. എന്താ സംഭവം എന്നറിയോ? പൊൻ മല എന്നതിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് ഫത്താവ ദഹബിയ എന്നുണ്ടാക്കിയത്. നമ്മളെ എയർപോർട്ടുള്ള സ്ഥലമാണെങ്കിൽ എങ്ങനെ ആയിരിക്കും നിസ്ബ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇരിക്കട്ടെ. അപ്പോ ഈ ഫത്താവ ദഹബിയ ശ്രദ്ധിക്കണം. ഇത് ഫത്താവ മുഹിയുസുന്ന എന്ന് പറഞ്ഞ ആദ്യം മലയാളത്തിൽ ഒരു ഗ്രന്ഥം ഇറക്കിയിരുന്നു. അത് മാക്സിമം സ്റ്റോക്ക് തീർന്നപ്പോ അതെല്ലാം അങ്ങ് അറബിയിലാക്കിയിട്ട് പുതിയ പേരിട്ട് ഫത്താവ ദഹബിയ. ഇതിന്റെ ഒരു വാഴ ഇറങ്ങിയിട്ടുള്ളൂ, രണ്ടാം വാഴ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിങ്ങനെ പൊളിഞ്ഞില്ലേ? തള്ളി പൊളിച്ചതാക്കിയില്ലേ നമ്മള്? ഇത് ഞങ്ങൾ സമസ്തന്റെ വേദിയിൽ വരുന്നതിന് മുമ്പേ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിന് തുടക്കത്തിൽ ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നു സാഹിബ് ഹാദിഹിൽ ഫത്താവ. ഈ ഫത്വയുടെ ആള് ഷാഫിഈൽ മദ്ഹബൊക്കെ ഷാഫിഈയാണ്. വ അശ്അരിയൽ മസ്ലക്, മുപ്പര റൂട്ട് അശ്അരിയൊക്കെ തന്നെയാണ്. വ ഖാദിരിയൽ മശ്റബ്, മുപ്പര മശ്റബ് ഖാദിരിയാണ്. ത്വരീഖത്ത് ഹക്കായ ത്വരീഖത്ത് വേണ്ടെങ്കിൽ ഇത് നിങ്ങൾ എവിടുന്ന ശുർഗിയത്? ഈ മശ്റബ് നിങ്ങൾക്ക് എവിടുന്ന്? ഇത് എവിടുന്നാ നിങ്ങൾ ശുർഗിയത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പൊ ഇദ്ദേഹം ഖാദിരിയത്ത് ശുർബിക്കുന്നാ പറഞ്ഞത്. അതെവിടുന്നാ ശുർബിയത്? ആരാണ് നിങ്ങൾ ശൈഖ്? ഹക്കായ ത്വരീഖത്തിനെ എതിർക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മശായിഖന്മാരെ കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു കാണിക്കണമെന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. അങ്ങനെ ഇതുപോലെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനടക്കമുള്ള പല സൂഫിയാക്കളെയും വിമർശിച്ചുകൊണ്ടാണ് തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു കിതാബ് ഇബ്നുൽ ജൗസി ഉണ്ടാക്കിയത്. ആ തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന കിതാബ് നോക്കരുത് എന്ന് നമ്മുടെ ഇമാമിയങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം എഴുതിയല്ലോ എന്റെ ത്വരീഖത്തൊരു തകർപ്പൻ പഠനം, ത്വരീഖത്തൊരു സമഗ്ര പഠനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം മലയാളത്തിൽ ഏത് ഇടമാണ് എന്ന് അറിയുവാൻ അതിന്റെ ഇടം ചവറ്റുകൊട്ടെ എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞതല്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി ഇബ്നു തൈമിയെ പരിചയപ്പെടുത്തുന്നു. ലഹു ഇഅ്തിറാദുൻ അലാ മുതഅഖിരി സൂഫിയ, സൂഫിയാക്കളെ വിമർശിക്കുന്ന കാണുന്നുണ്ടല്ലോ ഇബ്നു തൈമിയ. വലഹു ഫിഖ്ഹിലൊക്കെ അസാമാന്യ കഴിവുണ്ട്, പക്ഷേ സൂഫിയാക്കളെ എതിർക്കുന്നു. എന്ത് ചെയ്യണം? ഇബ്നു ഹജറുൽ ഹൈത്തമി പറയുകയാണ്, വൽഹാസിലു അല്ലാ യുഖാമ ലികലാമിഹി വസ്ലുൻ, അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാൻ പറ്റൂല. ബൽ യുമാ ഫീ കുല്ലി വഅരിൻ ഹസൻ, അത് തോട്ടിക്കൊണ്ടുപോയി എറിയണമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി. എന്താ കാരണം? ലഹു ഇഅ്തിറാദുൻ അല സൂഫിയ, സൂഫിയാക്കളെ വിമർശിച്ചതുകൊണ്ട് ഇബ്നു തൈമിയയുടെ വാക്കിന് ഒരു വിലയും കൊടുക്കരുതെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവൽ ഹദീസിയയിൽ പറയുകയാണ്. അപ്പൊ ഇദ്ദേഹം കടുത്ത മശായിഖ് വിരോധിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നോക്ക് നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതാരാ? സാധാരണ മൂപ്പര ബുക്കിന് ഒരു 3-4 ആളുകൾ അവതാരിക എഴുതും. കാന്തപുര ബുക്കർ മുസ്ലിം എഴുതലുണ്ട്, സുലൈമാമൂല എഴുതലുണ്ട്, അങ്ങനെ വേറെ പലരും ജാമിഉൽ മഅഖൂൽ വൽ മൻഖൂൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പരെ പറ്റിയിട്ട് അവതാരികൊക്കെ എഴുതലുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഉള്ളാളം തങ്ങൾ മാത്രം, വേറൊരാളും അവതാരിക എഴുതിയില്ല.
ആ അവതാരിക എഴുതിയിട്ടില്ല. പക്ഷേ ആ അവതാരിക എഴുതിയതിന് അദ്ദേഹം നല്ല ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 249 പറയുകയാണ്, ഷെയ്ഖു തഅലീം ഷെയ്ഖു തബറുക്ക് കൂടിയാകാം. നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഷെയ്ഖു തഅലീം ഷെയ്ഖു തബറുക്ക് കൂടിയാകാം. സമീപകാലത്ത് വിട പറഞ്ഞ പലരും ഈ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. ഇനി നോക്കണം നിങ്ങൾ, ഇതിൽ ഇല്ലാത്തവരാരൊക്കെ നിങ്ങൾ നോക്കണേ. വരക്കൽ സയ്യിദ് മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ഷിഹാബുദ്ദീൻ ഷാലിയാത്തി, ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയർ, കരികപ്പാറ മുഹമ്മദ് മുസ്ലിയർ, കൈപ്പറ്റ മമ്മിക്കുട്ടി മുസ്ലിയർ, കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയർ, കസ്തൂരിപ്പുറം അബൂബക്കർ മുസ്ലിയർ, കൂരിയാട് തേന മുസ്ലിയർ, ചാപ്പനങ്ങാട് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയർ, സയ്യിദ് ഇബത്തുല്ലാഹിൽ ബുഖാരി, ഉസ്താദുൽ അസാത്തീർ, ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയർ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയർ തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. ഷെയ്ഖു തഅലീമും ഷെയ്ഖു തബറുക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ബഹുതാജുൽ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി എല്ലാ നിലക്കും തബറുക്കിന്റെ ഷെയ്ഖാവാൻ യോഗ്യനാണ്. അവതാരിക എഴുതിയതിന് നല്ല മുതലായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നെടുതൂണ് എന്ന് പറയുന്ന ആള് എവിടെ പോയി? ഔലിയാക്കളുടെ മുശാവറയുടെ പ്രധാന കണ്ണി എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ടിക്കറ്റ് കൊടുക്കുന്ന ആള് കാണുന്നില്ല. ഹറമിൽ ചെന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ കാണുന്നില്ലെങ്കിലും കാണാൻ യോഗ്യതയുള്ള ആൾ ഇവിടെയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ആള് കാണുന്നില്ല. നോക്കണേ നിങ്ങൾ, എന്താ അത് കൊടുക്കാത്തത്? അത് കൊടുക്കൂലേ? അവിടെയാണ് പ്രശ്നം. അതിന്റെ പേരിലാണ് അടി നടക്കുന്നത്. അടിയുടെ വീഡിയോ ഒക്കെ വരും ഇൻഷാ അല്ലാഹ്, അടിയുടെ ക്ലിപ്പൊക്കെ വരും. ഇതെങ്ങാനും നമ്മുടെ പകരാശനി വായിച്ചിട്ടുണ്ടെങ്കിലല്ലോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതിൽ ഈ കെ ഉസ്താദില്ല, ഉണ്ടോ? ഈ കെ ഉസ്താദ് ഷെയ്ഖു തഅലീമും ഷെയ്ഖു തബറുക്കൊന്നും അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സിലാകുന്നത്. അതെന്താ അങ്ങനെ? നമുക്കറിയാമല്ലോ മഹാനായ ഈ കെ ഉസ്താദ് അവിടെ മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുടെ അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞതും കണ്ണില്ലാത്ത കുട്ടികളെ കൊണ്ടുപോയി കാഴ്ചയോട് തിരിച്ചു കൊണ്ടുവന്ന സംഭവം കേരള ജനതയ്ക്ക് ഒന്നാകെ അറിയാം. എത്രയോ ഔലിയാക്കളുടെ മക്ബറയിൽ മഹാനായ ഈ കെ ഉസ്താദ് പോയി സംസാരിക്കുകയും എത്രത്തോളം വഫാത്തിന്റെ മുമ്പ് ഷെയ്ഖിന്റെ പള്ളിയിൽ പോയി അലാഉദ്ദീനുൽ ഹിംസിയോട് സംസാരിച്ച സംഭവമൊക്കെ കേരള ജനതയ്ക്ക് ഒട്ടാകെ അറിയുന്നതാണ്. പക്ഷെ ഈ കെ ഉസ്താദിന് അതിൽ എഴുതിയില്ല. അത് എഴുതാത്തതിന് കാരണം ഈ കെ ഉസ്താദിനെ പറ്റി മുപ്പര് പറയുന്നുണ്ട്. മുപ്പര് പറയാതെ ആരും ബാക്കി വെച്ചിട്ടില്ല. മരിച്ചതിന് മുമ്പ് ലോകത്തുള്ള എല്ലാ ഉലമായും പറഞ്ഞു തീർത്തിട്ട് മുപ്പര് പോകുള്ളൂ എന്നാ തോന്നുന്നത്. മുപ്പരാരും വിട്ടിട്ടില്ല. ഈ കെ ഉസ്താദിനെ പറ്റി മുപ്പര് പറയുന്നു. 60ാം വാർഷികത്തിന് ശേഷമായിരുന്നു അടങ്ങനെ പറയുന്നു, ഈക്കയിൽ വ്യക്തമായ മനംമാറ്റം കണ്ടു തുടങ്ങിയത്. ഇതോടെ സംഘടനയിൽ പ്രശ്നമായി. അതിനുവേണ്ടിയാണ് അദ്ദേഹം മാറുന്നതെങ്കിൽ അവർ നൽകിയാലും മാറുകയില്ലേ? ശംസുൽ ഉലമ പൈസ വാങ്ങിയിട്ട് ആശയം മാറ്റിപ്പറഞ്ഞു എന്നാണ് ഇദ്ദേഹം എഴുതി വെക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ കെ ഉസ്താദിനെ മൂപ്പര് ഒന്നിലും ഉൾപ്പെടുത്തിയില്ല. പിന്നെ ആരാ ബാക്കിയുള്ളത്? കണ്ണിയത്ത് ഉസ്താദിനെ എന്തായാലും എഴുതില്ല. പ്രസംഗത്തിന് പോലും ഇങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയാണ്, ഈ കെ ഉസ്താദ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അത് പൊതുജനങ്ങളെ ഇടയിൽ അവര് വലിയ ബഹുമാനത്തോടെ കാണുന്നവരല്ലേ. അപ്പൊ പുറത്ത് നമ്മൾ അവരാളാണെന്നൊക്കെ പറയും. ഇപ്പൊ അടുത്ത് അവിടെ എടരിക്കോട് ഒരു സമ്മേളനത്തിൽ സമസ്ത വിശദീകരിച്ച് സമസ്തക്ക് 3 യുഗമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ യുഗം വരക്കൽ മുല്ലക്കോയ തങ്ങൾ, രണ്ടാമത്തെ യുഗം ഇ കെ ഹസൻ മുസ്ലിയാർ, മൂന്നാമത്തെ യുഗം കണ്ണിയത്ത് ഉസ്താദ് ഇല്ല. ഇ കെ ഉസ്താദ് ഒരു സമസ്തീകരണം അറിഞ്ഞിട്ടില്ല. പിന്നെ സമസ്തയുടെ ഒരു മുൻകാല വലിയ നേതാവായിരുന്നു സ്വതക്കത്തുള്ള മുസ്ലിം. സ്വതക്കത്തുള്ള മുസ്ലിമരെ അദ്ദേഹം എഴുതിയിട്ടില്ല. അതില് സ്വതക്കത്തുള്ള മുസ്ലിമരുടെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചത്
തന്റെ ഉസ്താദായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെയും മേലെയുള്ള ഇജാസത്തും ത്വരീഖത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഉപ്പയും വല്ലിപ്പയും ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് ആ നേരിട്ടുള്ളത് തന്റെ ഉസ്താദുമാർക്ക് വരെ കിട്ടാത്തത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സ്മരണികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം പറയുന്ന മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ, അള്ളാഹു അവരുടെ ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ, സദഖത്തുള്ള മുസ്ലിയാരെ പറ്റിയിട്ട് ഇദ്ദേഹം എഴുതുകയാണ്, കൊളപ്പുറം മദ്രസയിൽ സദഖത്തുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് നൂരിഷയെ അനുകൂലിച്ച് അയഞ്ഞ സമീപനം കണ്ടത്. അഥവാ 2-3 മദ്രസകൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് സദഖത്തുള്ള മുസ്ലിയാരോട് പറഞ്ഞപ്പോ സദഖത്തുള്ള മുസ്ലിയാർ പറയാണ് നൂരിഷക്ക് കുഴപ്പമൊന്നുമില്ല. സുബ്ഹാന ജല്ല ജലാലു. നൂരിഷ അല്ല നാരിഷ എന്ന് പറഞ്ഞ ആളാണ് സദഖത്തുള്ള മുസ്ലിയാർ. അപ്പൊ സദഖത്തുള്ള മുസ്ലിയാരെ ഒരു കള്ളത്വരീഖത്തിന്റെ ആളാക്കി മാറ്റി. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല. രേഖകളുണ്ട് ഇവിടെ. പുറത്തുള്ള കുട്ടികളെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. പഠനങ്ങൾ അസംബന്ധങ്ങൾ അല്ല, പഠനങ്ങൾ പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം എവിടെയുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇത് എന്ത് പഠന? ഇത് പൊട്ടത്തരങ്ങളായി എഴുതിച്ചത് മുഴുവൻ. ഇത് പഠനമല്ല, പ്രബന്ധമല്ല, അസംബന്ധമാണ് എഴുതിയത് മുഴുവൻ. അന്വേഷിച്ചു ഞാൻ അതിനെ പറ്റിയിട്ട്. സദഖത്തുള്ള മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇന്ന് ജീവിക്കുന്ന വയസ്സായ ആളുകളോട് അന്വേഷിച്ചപ്പോൾ അവര് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങളെ ശൈലിയെ പറ്റി പച്ചക്കള്ളമാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതെന്ന് അവര് പറയുകയുണ്ടായി. എന്തിനാണ് നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ഇത്ര നുണ പറയുന്നത്? പറയുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? ഈ ഉമ്മത്തിലായ പൂർവീകർ എങ്ങനെയാണോ നന്നായത് അതുപോലെയാണ് വരാനിരിക്കുന്നവർ നന്നാവുകയുള്ളൂ എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? ഇദ്ദേഹം എന്തിനാ അങ്ങനെ വിമർശിക്കുന്നത്? അത് വിമർശിക്കാനുള്ള കാരണം എല്ലാവരും ഇപ്പം എഴുതി വെച്ചിരുന്നു. ഞാനൊന്നും എന്റെ വക പറഞ്ഞില്ലട്ടോ. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ പുസ്തകത്തിന്റെ 199-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ പറയുകയാണ്, വിമർശനം കൊണ്ട് യാതൊരു സദുദ്ദേശവും അവർ തന്റെ ചമയുന്ന ആളാണ്. ആൾക്കാർക്ക് 3 സത്യം തുറന്നു പറയാൻ ആരും പേടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വിമർശിക്കുന്നത്. ആത്മാർത്ഥത തൊട്ട് തിണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുക. ഇതിന് ഇയാൾക്ക് എന്ത് പറ്റിപ്പോയി പഠിച്ചോനെ? ഇയാൾ പറയാ അക്കായ ത്വരീഖത്തെ നിഷേധിക്കാൻ പാടില്ല, എന്നിട്ട് മൂപ്പരെ അക്കായ ത്വരീഖത്തിനെ നിഷേധിക്കാം, എന്നിട്ട് മൂപ്പരനെ ഇതുപോലെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികളാണ്, എന്നിട്ട് മൂപ്പര് പല വിമർശിക്കുന്നവർക്ക് തീർത്തു അസൂയേന്. എന്താ ഇങ്ങനെ ആയാൽ കാട്ടുക? എന്നിട്ട് അങ്ങനെയൊക്കെ മൂപ്പർ എഴുതി മഹത്തുക്കളായ സൂഫി വര്യന്മാരെ സംബന്ധിച്ച് വിമർശനങ്ങൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് തടയപ്പെടേണ്ടതാണ്. ഈ പുസ്തകം തന്നെ വായിക്കരുത്. ഇതപ്പോ പറഞ്ഞത്. ഇതിൽ മഹാന്മാരെ വിമർശിക്കുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ലെവലില്ലാതെ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ തലക്ക് കൊള്ളുന്ന എഴുത്താണ് അദ്ദേഹം എഴുതുന്നത് മുഴുവൻ. അപ്പോ അദ്ദേഹം തന്നെ ഒരിക്കൽ അദ്ദേഹം വിമർശിക്കും, പിന്നെ ഒരിക്കൽ വിമർശിക്കാൻ പാടില്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ഇദ്ദേഹം
ഇവിടെ നോക്ക് നിങ്ങൾ, കേരളത്തിൽ വളരെ ആദരവോടെ നല്ല നിലയ്ക്ക് ജീവിച്ച ആളാണ് പട്ടിക്കാട് അബ്ദുള്ള ഹാജി. അള്ളാഹു അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ഞാനും കണ്ടിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ ഇവിടെ ജീവിച്ചു പോയ ആള്. അദ്ദേഹത്തിനെ ഇതിൽ വിമർശിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. പട്ടിക്കാട് ത്വരീഖത്ത് എന്നും പറഞ്ഞ് ഇദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കുഴപ്പമെന്താ അറിയോ? മൂപ്പര് കറുത്ത കുപ്പായ കറുത്ത കുപ്പായ ഇടുന്നു ഒരാളെ വിമർശിക്കുമ്പോൾ, അല്ല നിങ്ങൾ കറുത്ത കുപ്പായ ഇടുന്നില്ലേ? തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ പോകുമ്പോ അപ്പോൾ പറയും ഞങ്ങൾക്ക് അതിന്റെ അടിയിൽ വെള്ളം വരും. അടിയിലുള്ള നോക്കിയിട്ട് ത്വരീഖത്ത് തീരുമാനിക്കണേ. അടിയത്തെ വെളുത്തിട്ട കറുത്തിട്ട നോക്കിയിട്ട് ത്വരീഖത്ത് തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ത്വരീഖത്തിന്റെ ആൾക്കാർ കറുത്ത കുപ്പായാണ് ഇടുന്നത്. ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം, മുരീദന്മാര് അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഖബറുള്ളോട്ട് പോയി സുജൂദ് ചെയ്യുന്നു. എഴുതി വെച്ചതാ. അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതും കടുത്ത നുണയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ചോദിക്കട്ടെ, ഇനി മുരീദന്മാര് സപ്പോസ് അങ്ങനെ സുജൂദ് ചെയ്തു കൂട്ടാം എന്നാ അതിനെങ്ങനെ ശൈഖ് ഉത്തരവാദി? മുരീദന്മാര് ചെയ്തതിന് ശൈഖ് ഉത്തരവാദിയാണോ? എന്നാൽ ഞാൻ നിങ്ങളെ അട്ടപ്പാടിയിലേക്ക് വിളിക്കുകയാ. ഞങ്ങളെ ഞാൻ അട്ടപ്പാടിക്ക് വിളിക്കാണ്. കുട്ടികൾ ചെയ്തതിന് ഉസ്താദന്മാർ ഉത്തരവാദിയാണെങ്കിൽ നിങ്ങൾ നിന്റെ കൂടെ അട്ടപ്പാടിക്ക് വരി, അവിടെ നിന്ന് അന്വേഷിക്കാണ്ട്. ബാക്കി അത്ര ഞാൻ പറയുള്ളൂ, കൂടുതലൊന്നും പറയില്ല. അത് തിരുവനന്തപുരത്ത് തിരിയും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പട്ടിക്കാട് അബ്ദുള്ള ഹാജിനെ നിശിതമായി എതിർത്തിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് സമസ്ത തീരുമാനിച്ചതാണ്, അതായാലും വലിയതാണ്. ചോദിക്കുന്നു ഞാൻ ഏത് വിഭാഗത്തിന്റെ മുഷാവറയിൽ എന്നാണ് പട്ടിക്കാട് അബ്ദുള്ള ഹാജി പഴച്ച ആളാണ് തീരുമാനിച്ചതെന്ന് ധൈര്യമില്ലെങ്കിൽ പൊന്മളയുടെ മുസ്ലിംസിലെ കുട്ടികൾക്ക് പറയാൻ കഴിയോ? പറയാൻ കഴിയില്ല. അങ്ങനെ തീരുമാനം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എ.പി. അബൂബക്കർ മുസ്ലിം പറയട്ടെ, സുലൈമാൻ മുസ്ലിം പറയട്ടെ, മുഷാവറയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. മുഷാവറയോ കളവ്, തീരുമാനം അതിലും വലിയ കളവ്. ഇതെന്തായത് ഇങ്ങനെ? അത് പറയലുണ്ട്. പത്രത്തിൽ ക്ലാസിഫൈഡിൽ ഒരു ജോലി അപ്ലിക്കേഷൻ വന്നു. മൃഗശാലയിൽ ജോലി ഒഴിവുണ്ട്. അപ്പൊ ഒരാള് ബയോഡേറ്റ അപ്ലിക്കേഷനും അതുപോലെയുള്ള എല്ലാ ആവശ്യമായ ഡോക്യുമെന്റ്സും എല്ലാം എടുത്തിട്ട് പോയി നോക്കിയപ്പോ മൃഗശാലന്റെ ആള് പറഞ്ഞു ഇവിടുത്തെ കരടി ചത്തി. അപ്പൊ കരടി ചത്തതുകൊണ്ട് ഇപ്പൊ വെക്കേഷനാണ്, കുറെ ആൾക്കാർ സൂ കാണാൻ വരും. അതുകൊണ്ട് നിങ്ങൾ ആ കരടിന്റെ തോലൊന്ന് ഇട്ടിട്ട് ഒന്ന് കൂട്ടിലിരിക്കണം. അല്ല, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ തോലിട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. കയ്യും കാലൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇറക്കിയാൽ മതി. ആൾക്കാർ വരുമ്പോൾ അപ്പൊ മൂപ്പരെന്ത് ചെയ്ത്, ഏതായാലും 18,000 ശമ്പളം കിട്ടുമല്ലോ മാസത്തിന്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. മൂപ്പരെന്ത് ചെയ്ത് ആ കൂട്ടിക്കേറിയിട്ട് ആ കരടിന്റെ തോലെടുത്ത് ഇരുന്നപ്പോ മൂപ്പര് പറഞ്ഞു ആ സിംഹത്തിന്റെ കൂട്ടുന്ന സിംഹത്തിന് ഇങ്ങോട്ട് വിടരുത് കേട്ടോ, വിട്ടാൽ കുടുങ്ങുന്നു പറഞ്ഞു. ഇയാൾ പ്രശ്നമായിട്ടെന്താ വിടൂലാറില്ല. ഇയാൾ അതിന്റെ ഉള്ളിലിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് സിംഹം അതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരുന്നു. വന്നേക്ക് ഇയാൾ ഇങ്ങനെ വടങ്ങി മാറി മൂലക്ക് പോയിട്ട് ഇങ്ങനെ പന്നി നിന്നപ്പോ സിംഹന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് പേടിക്കണ്ട, ഞാൻ കോട്ടക്കലുള്ള കാതറാക്കിയ വീട്. അപ്പൊ കരടിയോ രാജോ, അപ്പുറത്തുള്ള സിംഹം അതിലും വലിയ രാജോ. ഇതുപോലെ മുഷാവറയെ കളവ്, അതിൽ പറയുന്ന തീരുമാനമോ ഇല്ലാത്ത തീരുമാനം ഉണ്ടാക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു തീരുമാനം മുഷാവറയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, എ.പി. വിഭാഗം മുഷാവറയിൽ എന്നാണ് പട്ടിക്കാട് അബ്ദുള്ള ഹാജിയെ പറ്റി തീരുമാനമെടുത്തത്? പറയണം നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജ്. ഇത് മൂപ്പരെന്താ ചെയ്യുന്നറിയോ? മൂപ്പരങ്ങോട്ട് പറയൂ, മഞ്ചേരിയിൽ നിന്നിട്ടാണ് പറയൂ.
പറയുമ്പോ എല്ലാവരും കൂടി പ്രശ്നമാവും. അതിന്റെ ഭാഗമായിട്ടാണ് അലവി സഖാഫിക്ക് ചവിട്ടിക്കിയത്. കൗമ അറിയാതെ മുഷാവറയിലുണ്ട് എന്ന് പറയുമ്പോ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരാ ചവിട്ടുന്നത്. എന്നാലോചിച്ച് നോക്കുക. സദസ്സിന് ചവിട്ടിട്ടാണെങ്കിൽ ദുഷിന് ഏറിത്യമായി ആരോ പുറത്തുനിന്ന് വന്നതാന്ന് വിചാരിക്കാം. സ്റ്റേജിൽ തന്നെ ചവിട്ട് കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യാ? അതെന്താ ചവിട്ടിയത്? ചിലപ്പം സുന്നത്തിയമായിട്ട് പ്രകാരം ചെയ്യേണ്ടല്ലോ. അൽ മുസ്ലിമുൻ സെലിമൽ മുസ്ലിമുന മിൻ ലിസാനിഹി വ യദിഹിന്നല്ലേ. നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. കാല് പറഞ്ഞിട്ടില്ലല്ലോ, അത് കൊടുത്തു ചവിട്ടിയപ്പോ പിന്നെ രക്ഷയില്ല. വേഗം കയറി കാല് കയറി ഒറ്റപ്പോക്ക്. ഇന്നലെ രാത്രി ഇതെവിടെ നടന്നറിയാം? ഇത് നടന്നത് നമ്മുടെ പുത്തൻതാണിക്കടുത്തുള്ള കന്മനം മുറുങ്കാട് ഫിർദൗസ് ദഅവ കോളേജിൽ സ്ഥാപനത്തിലാണ് അത് നടന്നത്. അങ്ങനെ അത് ചവിട്ടിയതോ സ്ഥാപനത്തിന്റെ മാനേജർ. ആലോചിച്ച് നോക്കിങ്ങൾ, ഒരു മനുഷ്യനെ ചവിട്ടാൻ വേണ്ടി സ്റ്റേജിൽ വിളിച്ചിരുത്തിക്കാൻ പബ്ലിക് ഇരിക്കട്ടെ. അങ്ങനെ പ്രശ്നമായി. ഇന്നലെ രാത്രി ബഷീർ പറവന്നൂരിന്റെ നേതൃത്വത്തിൽ ഭയങ്കര പ്രതിഷേധ യോഗം ആ സ്ഥാപനത്തിൽ നടന്നു. ആരെ ചവിട്ടിയതിന്റെ പേരിൽ? അലവി സഖാഫിയെ ചവിട്ടിയതിന്റെ പേരിൽ 100 ആള് പങ്കെടുത്ത് എന്നിട്ട് ശക്തമായി തിരിച്ചടിക്കണമെന്നും അദ്ദേഹത്തെ SYS നിന്ന് ചവിട്ടിയ ആളെ പുറത്താക്കണമെന്നും വീട്ടിൽ പോയി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമെന്ന് വരെ തീരുമാനിച്ചിട്ടാണ് ഇന്നലെ രാത്രി യോഗത്തിൽ പിരിഞ്ഞത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതെല്ലാം ഞങ്ങളെ പൗറ്. അതൊക്കെ ലൈവായി നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ല രസം. അതിപ്പോ നിങ്ങളെ ഉസ്താദ്മാര് നിങ്ങൾക്ക് ക്ലാസ് തരുമ്പോ ആ ക്ലാസ് ഞങ്ങളിവിടെ ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അത്രയ്ക്ക് വീട്ടിലായി പോയി. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഇന്നലെ രാത്രി യോഗം ഉണ്ടായിരിക്കുകയാണ്. ആ യോഗത്തിൽ ഒരു പ്രത്യേക തരം ഗുണ്ടകൾ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഗുണ്ടകളിൽ കീഴ്ശേരിയിലുള്ള ആളുകളുമുണ്ട്. അവരാണ് തോഹിർ സഖാഫിയെ അടച്ചുപൂട്ടിയത് എന്നാണ് വിവരിക്കുന്നത്. ഇങ്ങനെ ഗുണ്ടായുസത്തെ വളർത്തി സുന്നത്ത് ജമാഅത്ത് നിലനിർത്തണോ? ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത്. ഇതെല്ലാം സുന്നത്ത് ജമാഅത്ത് തന്നെ. لكل أمة فتنة وفتنة أمتي المال أشرف خلق رسول الله. എല്ലാ ഉമ്മത്തിനും ഫിത്നയുണ്ട്. പൈസ കിട്ടിയാൽ എന്റെ ഉമ്മത്തിന് ഫിത്നയുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ പേരിൽ അതെന്താ സംഭവം? അത് ഓലടിയിൽ കുറുവട്ടൂർ ഒരു ഹാഫിദ് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കുറെ കാലം എല്ലാ കൂട്ടുപ്രാർത്ഥനയിലും എല്ലാ സദസ്സുകളിലും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചപ്പോ നല്ല ഒരു ജനവിഭാഗം, ഒരു മാൻ പവർ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നമ്മള് ഈ ബുക്കിന്റെ ആളുണ്ടല്ലോ, മൂപ്പര് ജിഷാനോട് പറയാണ്, അയാൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അയാളൊപ്പം കുറച്ച് ആൾക്കാരുണ്ട്, മുളയിൽ തന്നെ അയാളെ നമുക്ക് മുന്നിൽ കളയണം. അപ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്നിട്ട് ജിഷാനോട് പറയാണ്, നിങ്ങൾ ഈ മുഷാവറയ്ക്ക് ഒരു കത്ത് തരണം, ആ കത്തിൽ ഇന്നിങ്ങുമായിട്ടൊക്കെ എഴുതണം, എന്നിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞു എന്തൊരു കളിയായി കളിക്കുന്നത്. അതിൽ മറ്റുള്ള പണ്ഡിതന്മാരെ വിറ്റ് കാശാക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് മൂപ്പര് ജിഷാനോട് പറയാണ്, നോക്കണം നിങ്ങൾ, മൂപ്പരൊരു വിചാരങ്ങൾ ആലോചിച്ച് നോക്കി. ജിഷാനോട് പറയാണ്, ആ ഹാഫിദ് ഇവിടെ അടുത്തൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ മൂപ്പര് പറയുന്നത്, ഫത്തുഹുൽ മുഈനൊന്നും കാണാതെ പഠിച്ചാൽ മാത്രം ഒരാൾ ആലിമാവൂല, തസവ്വുഫ് വേണം. അത് ഇന്നേനാ പറയണത്, വേറെ ആളാവാൻ സാധ്യതയില്ല. എന്താ ഇയാളൊക്കെ ഒരു വിചാരം? ഫത്തുഹുൽ മുഈനും കാണാപ്പാടം പഠിച്ചാൽ ഇൽമാവൂല ഇന്നേ പറയുന്നത്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക നിങ്ങൾ.
ഇതിലൊക്കെ ഒരു മസലപരമായിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇയാള് ഈ ഹാഷിലിപ്പോ പിന്നെ CM വലിയുള്ളതിനെ പറ്റിയിട്ട് പിന്നെ കുത്തുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ പ്രയോഗം ശരി അത് ശ്രദ്ധിച്ചു. അത് ഈ ഹാഫിൽ നല്ലോണം ശ്രദ്ധിക്കണം. CM വലിയുള്ളാഹിയെ പറ്റി കുത്തുബുൽ ആലം എന്ന് പറഞ്ഞു. കുത്തുബുൽ ആലം CM വലിയുള്ള എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അപ്പൊ പൊന്മള പറയാണ് കുത്തുബുൽ ആലം എന്ന് CMനെ വിളിക്കാൻ പാടില്ല. അനുവാദം കൊടുത്തത് SYS ബുക്ക് സ്റ്റാളിൽ കുത്തുബുൽ ആലം CM വലിയുള്ള എന്ന് എഴുതിയ പുസ്തകം അങ്ങനെ ഒരു ബുക്ക് അവിടെ വിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ കണ്ടുകെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, ഞാൻ പറഞ്ഞില്ല ഇയാൾ ത്വരീഖത്ത് വിരോധിയാണ്, വേറെ തെളിവൊന്നും വേണ്ട. അപ്പൊ CMന്റെ നേരെ കുതിര കയറുന്നു. അപ്പോഴേക്ക് കുത്തുബുൽ ആലം CM വലിയുള്ളാഹി എന്ന് പറഞ്ഞിട്ട് AP അബൂബക്കർ മുസ്ലിയാർ വേറെ. മൂപ്പരാണെങ്കിലോ കുത്തുബുൽ ആലം എന്ന് പറയാൻ പാടില്ല. അത് രണ്ടും വെച്ചോടിക്കും. സുന്നത്ത് ആശയം അവിടം മുതൽ എവിടം വരെ ബഹുമാനപ്പെട്ട മുതലൊഴിയില്ല. അപ്പൊ കുത്തുബുൽ ആലം CM അബൂബക്കർ വലിയുള്ളാഹി ഖദ്ദസല്ലാഹു റൂഹഹു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മുമ്പ് മറ്റാൾ പറഞ്ഞോ നിങ്ങൾ ഒരു മസലപരമായിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇയാള് ഈ ഹാഷിലിപ്പോ പിന്നെ CM വലിയുള്ളതിനെ പറ്റിയിട്ട് പിന്നെ കുത്തുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ പ്രയോഗം ശരിക്ക് പറയാൻ പറ്റുമോ നമുക്ക്? അല്ല അപ്പൊ കുത്തുബുൽ ആലം പറയുമ്പോ ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിനൊക്കെ നമ്മളെ എങ്ങനെ ഇപ്പൊ വിളിക്കുക? അതെന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ് പറഞ്ഞേ. അധികാരം കൊടുത്ത് ആരാണ് അങ്ങനെ പറയാൻ അധികാരം കൊടുത്തത്? കുത്തുബുൽ ആലം CM വലിയുള്ളാഹി. ആരോടാ ചോദിക്കുന്നത്? AP അബൂബക്കർ വലിയവരോടായി ചോദിക്കുന്നത്. ആരാണ് അങ്ങനെ അനുവാദം പറഞ്ഞത്? അല്ല, ഈ താജുൽ ഉലമ ഖമറുൽ ഉലമ എന്നൊക്കെ പറയാൻ അത് ഹദീസിലുള്ളതാ? താജുൽ ഉലമ, ഖമറുൽ ഉലമ, കൻസുൽ ഉലമ, നൂറുൽ ഉലമ, കുറെ പേരുകളുണ്ടല്ലോ. എന്താ ഇങ്ങനെയൊക്കെ ആയാലും മദ്ഹ് ചെയ്യുന്ന സമയത്ത് ആളോട് യോജിച്ച മദ്ഹിന്റെ ഒക്കെ പറയാലോ. മദ്ഹിന്റെ മക്കാമിൽ അല്ലാതെ പൊന്മള പത്തുൽമീനും കാണാൻ പഠിച്ചതാരാണ്? അങ്ങോട്ട് മുപ്പര് പറയട്ടെ. ഇത് കിട്ടിയില്ല. കാരണം അതിപ്പോ കുത്തുബുൽ അപ്പൊ മുപ്പര് നേരെ തിരിച്ചു വെച്ചാൽ അപ്പൊ സമയത്തിന്റെ ചെറിയ ഏത് വലിപ്പൊരു ഞാൻ കേട്ടു. അതിലല്ലേ അതിന് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അതായത് പറയുന്നത് കുത്തുബുൽ കാണാതെ വെച്ചു, അല്ലെങ്കിൽ പ്രശ്നം കാണാതെ വെച്ചു, വലിയ മസല വെച്ചൊക്കെ മറുപടി പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഇല്ലല്ല അത് ബുദ്ധിനെ വേണമെന്നില്ലേ ആറാക്കി ഒക്കെ വേണ്ടു. ഓർമ്മ വേണ്ടല്ലോ. ഇരുന്നെന്ന് പറയാവുന്നല്ല, ഇരുന്നെന്ന് പറയൊക്കെ സൗഫാണ്. അപ്പൊ അത് മൂപ്പര് എന്നോട് എന്തോ പറഞ്ഞപ്പോ അത് പറഞ്ഞേ. പിന്നെ ഞാനേക്ക് അപ്പോ തൊഴുത്തൊന്ന് കാണാതെ പഠിച്ചു, ഫത്തുൽമീനൊന്ന് കാണാതെ പഠിച്ചു. ഇന്നേനാ പറയുന്നത്, ഇന്നേനാ പരാമർശിക്കുന്നത്. എവിടുന്നാ മോലേറെ? നിങ്ങൾക്ക് തൊഴിലും ഫത്തുൽമീനും കാണാപ്പാടുണ്ടോ? അത് ഫത്താവ മോഹിസിംഗ് പൊളിച്ച ഞങ്ങളെ സ്വീകരിച്ചത് കണ്ടാൽ മതി. അപ്പൊ തിരിഞ്ഞു. അപ്പോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മനസ്സ്.
എങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം? تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض. ഭൂമിയിൽ വലിയ ആളാവണം എന്ന് ഉദ്ദേശിക്കാത്തവർക്കാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ സിഎം വലിയുള്ളാഹിയുടെ നേരെ കുതിര കയറി, സദഖത്തുൽ മുസ്ലിയാരുടെ നേരെ, ഇകെ ഉസ്താദിന്റെ നേരെ. ചെറുശ്ശേരി ഉസ്താദിനെ വിട്ടോ? അതും കേട്ടോ, ചെറുശ്ശേരി ഉസ്താദിനെ മുപ്പര് വിട്ടിട്ടില്ല. സകല മനുഷ്യന്മാരെ പറ്റി എഴുതിക്കുന്നു. ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി എന്താ എഴുതിയത്? ഇന്ന് വിഘടിത സമസ്തയുടെ സെക്രട്ടറി ചമഞ്ഞു നടക്കുന്ന ചെറുശ്ശേരി ഒരാളും വേണ്ടപ്പെടുന്നില്ല. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ വാള് പോലെയാണ് ഇദ്ദേഹത്തിന്റെ പേന എന്നൊക്കെ പറയാൻ ഒരു മനുഷ്യനും ചെയ്യില്ല. എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? എല്ലാവരും നേരെ കുതിരകായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സംഘടനയിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇദ്ദേഹത്തെ കണ്ടൂടാ. അത് നമുക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ പേരിലാണ് കോഴിക്കോട് അടി നടന്നത്. അതിന്റെ കോഴിക്കോട് അടി നടന്നു. പരസ്യമായിട്ട് പൊന്മകളുടെ ആൾക്കാരും മറ്റവരും കൂടി അടി, സ്റ്റേജിൽ വെച്ച് അടി. ആ അടി അവര് ഞാനും യുദ്ധത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ഉദ്ധരിച്ചുകൊണ്ടൊരു ഖുദ്സിയായ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അല്ലാഹു യുദ്ധത്തിലാണ്. അല്ലാഹുവിന്റെ സൂഫിയാക്കളെ, ഔലിയാക്കളെ, അവരെ വിമർശിക്കുന്നവര്, അവരെ വേദനിപ്പിക്കുന്നവര്, അവരും നമ്മളും യുദ്ധത്തിലാണെന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഴപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഹയാത്തുൽ ഹൈവാനിൽ ഒരു സംഭവമുണ്ട്. കുറുക്കന് അസുഖമായി, സിംഹത്തിന് അസുഖമായി. സിംഹത്തിന് അസുഖമായപ്പോ എല്ലാ ജീവികളും കുറുക്കനെ വന്ന് സന്ദർശിച്ചു. അപ്പോ സിംഹത്തിനെ വന്ന് സന്ദർശിച്ചു. സിംഹത്തിന് അസുഖമായപ്പോ എല്ലാ ജീവികളും വന്ന് സിംഹത്തെ സന്ദർശിച്ചു. പക്ഷേ കുറുക്കൻ വന്നില്ല. കുറുക്കൻ വരാതിരുന്നപ്പോൾ ചെന്നായ വന്ന് സിംഹത്തിനോട് നമീമത്ത് പറഞ്ഞു. അത് നിങ്ങളിവിടെ രാജാവായത് നമ്മുടെ കുറുക്കൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് മൂപ്പര് അസുഖം കാണാൻ വരാത്തത്. അപ്പൊ സിംഹം പറഞ്ഞു, ഇതാ ഹലറയിലിന്നി ഓ മന്ന എന്നെ കാണാൻ പറയണട്ടോ. അപ്പൊ കുറുക്കനല്ലേ ആള്. സിംഹത്തിന്റെ അടുത്ത് വന്നപ്പോ സിംഹം ചോദിച്ചു, എവിടെ പോയി നിന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ കുറുക്കൻ പറഞ്ഞു, അനഫീ തൊലബി ദവായി വെക്ക, ഞാൻ നിങ്ങൾക്ക് മരുന്ന് തേടി നടക്കായിരുന്നില്ലേ. ആര് പറഞ്ഞു? കുറുക്കൻ പറഞ്ഞു. അപ്പൊ സിംഹം ചോദിച്ചു, വല്ല മരുന്നും കിട്ടിയോ? ചെന്നായന്റെ കാലുമണ്ണ് ഒരു നാലെടുത്ത് തിന്നാനാ പറഞ്ഞിരിക്കുന്നത്, അത് തിന്നാൻ നിങ്ങളുടെ അസുഖം മാറുന്നു. അപ്പൊ ദൂരെ നിന്ന് ചെന്നായ എങ്ങനെ നോക്കുന്നുണ്ട്. ചെന്നായനെ വിളിച്ചു സിംഹം. അപ്പൊ ചെന്നായന്റെ വിചാരം എന്തോ നല്ല സമ്മാനം തരാനാണ്, നമ്മൾ നേരത്തെ പോയിട്ട് കുറച്ച് സ്വകാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് ചെന്നായ നേരെ എങ്ങനെ വന്നു.
വന്നപ്പോ കാലൊന്നും നീട്ടെന്ന് പറഞ്ഞു. കാലുകൾ നീട്ടി തൊടയുടെ അവിടുന്ന് മുഴുവൻ കീറിപ്പൊളിച്ച് സിംഹം തിന്നു. അപ്പൊ ചെന്നായ കരഞ്ഞുകൊണ്ട് അവിടെ ഓടുമ്പോൾ കുറ്റം പറയാണ്, യാ ഷാഹിദുൽ ഹുഫുൽ അഹ്മദ്, ഇന്ന് ചുവന്ന ഷൂ ആണല്ലോ എത്തിയിരിക്കുന്നത്. ഇതാ ജലസ ഇന്റൽ മുനൂഖ് പണ്ണൂറ് മാതാ യസരിച്ചുവിൻ കവിക്ക. രാജാക്കന്മാരുടെ ഇരിക്കുമ്പോ തൊള്ളയിൽ ചാടുന്നത് നോയിക്കോളുണ്ട്. ആരും ഉപദേശിക്കുന്നു? കുറുക്കൻ ഉപദേശിക്കുന്ന ചെന്നായാണ് ഇത് തുടങ്ങി വെച്ചത്. ഇപ്പൊ കിട്ടുന്നതായിരിക്കന്നെ ചെന്നായക്കന്നെ. ഇതുപോലെ കുഴപ്പം തുടങ്ങി വെച്ച് ഇപ്പൊ 30 ആൾക്കാർക്ക് തന്നെ നല്ലോണം കിട്ടുന്നു. പണ്ട് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ അവരെ ഓഫീസിലിട്ട് പുറത്ത് കലാപുണ്ടാക്കി തല്ലുണ്ടാക്കി. ഇപ്പോ നിങ്ങൾ സദസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ തല്ലാൻ തുടങ്ങി. തല്ല് തീർന്നിട്ടൊന്നുമില്ല, തല്ലിനെയും വരാനുണ്ട്. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ലക്ഷദ്വീപിൽ എട്ട് വിഭാഗം 2 ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2 SSF, 2 SYS. ലക്ഷദ്വീപ് ഒന്ന് ത്വരീഖത്തിനെ അംഗീകരിക്കുന്നവർ, 2 ത്വരീഖത്തിനെ അംഗീകരിക്കാത്തവർ. അങ്ങനെ നിങ്ങളിങ്ങനെ നുണ പറഞ്ഞു ഇല്ലാത്ത തീരുമാനം ഉണ്ടാക്കി അങ്ങനെ നിൽക്കാൻ. ഈ ഹാഫിദിനെ പറഞ്ഞത് വലിയ പ്രശ്നമായി ഓരോ രീതി. കാരണം ഈ ഒതുക്കുന്ന ഇഹ്യാഉ സുന്നയിൽ ഒരു പരിപാടി വെച്ച് ആ പരിപാടി വെച്ചപ്പോ അന്ന് ഹാഫിദിന് ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് ഹാഫിദ് വന്നപ്പോ സുലൈമാൻ മൗലവിയോട് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കി. അപ്പൊ സുലൈമാൻ മൗലവി പറയാണ്, നിങ്ങളെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എന്താ സുലൈമാന്റെ നാവിനെ സൂക്ഷിക്കണമെന്നുള്ള നിങ്ങൾക്ക് ബാധകമല്ലേ? അത് ഓക്കെ ഉസ്താദ് പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോ നോക്ക് നിങ്ങൾ, അങ്ങനെ അവര് വളർത്തി ഉയർത്തി കൊണ്ടുവന്നിട്ട് ഒരൊറ്റ അതിന്റെ പേരിൽ വലിയ പ്രശ്നം. അങ്ങനെ ഇവരെന്താ പറയുന്നത്? പ്രശ്നമായപ്പോ പേരോട് പറഞ്ഞു, വേറൊരു ഹിഫ്ളും വേണ്ട, വേറൊരു ഹാഫിളും വേണ്ട, അല്ലാഹുണ്ട് ഹാഫിള്. ഈ ഹാഫിളിന് ആലുവ ത്വരീഖത്തിലേക്ക് ബന്ധമുണ്ട് എന്ന് ആര് പറയുന്നു? പേരോട്. അപ്പോഴേക്ക് പൊന്മള പറയുന്നത്, അയാൾക്ക് ത്വരീഖത്തൊന്നും കുഴപ്പമില്ല, ത്വരീഖത്തൊന്നും അയാൾക്കില്ല, അയാൾ ചെറുപ്പത്തിൽ ഉസ്താദിന്റെ തോന്നുന്ന ക്ലാസ്സിന് വീഴ്ച പോയത് അത്രേ കുഴപ്പമുള്ളൂ. നോക്കണേ, പേരോട് ഇടയ്ക്കിടയ്ക്ക് പറയും, സമസ്ത ഒരു തീരുമാനം തീരുമാനിക്കുമ്പോൾ കൂലങ്കൂഷമായി അന്വേഷിച്ചിട്ട് തീരുമാനിക്കൂ. പോലെ കൂലങ്കൂഷത്തിന്റെ കോലാപ്പയിൽ കണ്ടത്. ഒരാൾ പറയുന്നത് ആലുവ ത്വരീഖത്തിന്റെ ആളാണ്, മറ്റാൾ പറയുന്നത് ത്വരീഖത്തൊന്നുമില്ല, ത്വരീഖത്തൊന്നും അയാൾക്കുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. മറിച്ച് അദ്ദേഹം ഉസ്താദിന്റെ അടുത്ത് ഓടുമ്പോ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇതങ്ങളെ കൂലങ്കൂഷത്തിന്റെ കോല. എന്നിട്ട് അവർ പറയുന്നു, ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഒരു തിരിച്ചൂല. തീരുമാനങ്ങളല്ല എടുക്കുന്നത്. ഒരാൾ പറയാൻ ത്വരീഖത്തുണ്ട്, മറ്റാൾ പറയാൻ ത്വരീഖത്തില്ല. 2 മുശാവറ മെമ്പർമാര്. അതൊന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിലുലമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുത്തത് പഠിച്ചു എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ച് നന്ദിനെ എടുത്തിട്ടുള്ളൂ. അതേ സംശയാതിനെ കുറിച്ച് ഓരോ പരീക്ഷകളെ സംബന്ധിച്ച് കുടുംബത്തിൽ കൈകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയാതിനെ കുറിച്ച് ഒരു ശാസ്ത്രീയത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയതാ. ഈ അടുത്ത് ഒരാൾ ചെയ്താണെന്ന് പറഞ്ഞത് ആക്കാൻ നടന്നു, അങ്ങനെ പഠിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു കാണുന്ന ഖലീഫയുണ്ട്, അദ്ദേഹത്തിന്റെ പേരും വീടിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനായിട്ട് ഒരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പഠിക്കാൻ ഒരു ഹാഫിദ്.
കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോൾ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കളേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറ്റ് കണക്കന്മാരും പൂജ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവർക്ക് ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാപ്പിൽ എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജനീയത്തുള്ളവ പറഞ്ഞിരുന്നു. കാസിലെ ലക്ഷ്യമുള്ള വ്യക്തികളിൽ വിക്രമം മുഖ്യ വിഭാഗത്തിൽ വളരെ വ്യക്തമായ നല്ല കുട്ടികളുമുണ്ട്. കാസിൽ കുരുവത്തോട് ഹക്കീം അവരെ സ്വരൂപത്തിൽ ഇന്ത്യക്കുള്ള എന്തെങ്കിലും നല്ല പ്രശ്നങ്ങൾ വിക്ഷേപിക്കുണ്ടെന്നാറില്ല. ഇന്ത്യക്കുള്ള അവളെ വാദനങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അയാളിങ്ങനെ അയാളങ്ങനെ ത്വരീക്കത്തേക്കൊന്നും വന്നിട്ടില്ല. മറ്റാൾ പറഞ്ഞ ആലുവ ത്വരീക്കത്തിനേറ്റ് ബന്ധാണ്. ഇതാണ് പറയുന്നത് കൂലങ്കൂശ അന്വേഷണത്തിന്റെ കുഴപ്പം. അപ്പൊ മനസ്സിലായില്ല ഇതിൽ എഴുതിയത് മുഴുവൻ കളവാണ്. ഇതിലപ്പുറം എന്താ തെളിവ് വേണ്ടത്? ഒരു മനുഷ്യനെ പറ്റി എങ്ങനെ തോന്നിവാസം എഴുതാം? ഇതാ സമസ്ത, ഇതാ മുഷാവറ. വ്യക്തിഹത്യ ചെയ്യുന്ന മനുഷ്യന്മാരെ. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാല് ഞങ്ങൾ ഗീബത്തിന്റെ ആൾക്കാർ, ഞങ്ങൾ നമീമത്തിന്റെ ആൾക്കാർ. നിങ്ങൾക്ക് സകല കോൺഗ്രസ് ഒരാളെ പറ്റി ഇല്ലാത്തതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോ എന്താ നിങ്ങൾക്കൊരു അന്വേഷണമൊന്നും വേണ്ടേ? അയാൾ പൂജ കഴിക്കുന്ന ആളാണ്, ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, ആലുവ ത്വരീക്കത്തേക്ക് ബന്ധാണ്. ഇങ്ങനൊക്കെ ഒരാളെ പറ്റി നോണ പറയാ. എന്നിട്ട് മറ്റാൾ പറയാതെ ത്വരീക്കത്തൊന്നുമില്ല. എന്നിട്ട് ഓര് പറഞ്ഞു കൂലങ്കൂശായിട്ട് അന്വേഷിച്ചു. ഇതാ നിങ്ങളെ കൂലങ്കൂശ. ഇതൊക്കെ തന്നെയാണ് ഇവരെ മുഷാവറിന്റെ കോലം. സമസ്തക്ക് പകരം വന്ന പ്രസ്ഥാനമാണ്. മനസ്സിലായില്ലെങ്കിൽ സമസ്തക്ക് പകരം വന്ന പ്രസ്ഥാനം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടോ അങ്ങനെ കഴിഞ്ഞ് പരമാവധി മാക്സിമം എല്ലാവരെ പറ്റിയിട്ടും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഒരാളും കിട്ടില്ല. കുറെ ഞാൻ മനസ്സിലില്ലേ. ഇനി ബാക്കി അൽ മുബാറക് എന്ന് പറഞ്ഞിട്ടൊരു വാരിക കണ്ടിറങ്ങി. അതില് കുറച്ചും കൂടി അധികമുണ്ട്, അതിപ്പോ പറയുന്നില്ല. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ടായിരുന്നു, ആനയുടെ വനിതാ പ്രേമം. ഒരു ലേഖനം തുടർച്ചയായിട്ട് വന്ന ലേഖനം. അതിൽ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ, ചില വ്യക്തികൾ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാവട്ടെ. എനിക്കൊരു മറുപടി എവിടെയെങ്കിലും വെച്ച് പറയല്ലോ, അന്ന് ഞാനത് വായിച്ചു. ഇൻഷാ അല്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കൂലങ്കൂശത്തിന്റെ കോലം തിരിഞ്ഞല്ലോ. പിന്നെ ഈ അടുത്ത കാലത്ത് പണ്ടേ പറയുന്ന മൂപ്പർക്ക് ഖദറിലുള്ള വിശ്വാസം കുറച്ച് കുറവാണ്. ഖദറിലുള്ള വിശ്വാസം കുറവാണെന്ന് പണ്ടേ പറയുന്നുണ്ട്. അന്ന് ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്കത് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഖദറിലുള്ള വിശ്വാസം മൂപ്പർക്ക് വളരെ കുറവാണ്. കാരണം സാധാരണക്കാരായ നമ്മൾ ഇപ്പൊ ഉദാഹരണം പറയാം, മഹാനായ CM വലിയുല്ലാഹി അവിടുത്തോടെ ഒരു അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയുണ്ട്, വയറുവേദന വേണ്ട, അവിടുത്തെ പ്രയോഗമാണ്. തലവേദനയുണ്ട്, അത് വേണ്ട, ഇങ്ങനെ പറയും. അതുപോലെ തന്നെ മന്ത്രിച്ചാൽ മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ ഓതി മന്ത്രിച്ചാൽ ശിഫ കിട്ടും. ഇങ്ങനെ നമ്മുടെ എല്ലാവരും സുന്നികളായ നമ്മുടെ വിശ്വാസമാണ് ഒരസുഖം വന്നു കഴിഞ്ഞാൽ ആത്മീയ ചികിത്സ ചികിത്സിക്കുക എന്നത്. എന്നാൽ അതിനെ ഒരു പൊട്ടത്തരം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുക നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ. 4 കാണിക്കുന്നതാണ്, ജസ്റ്റിസ് തന്നെയാണ്. ചില ആളുകൾ ചില സഫാത്ത് ചെയ്യുന്ന സംഗതി. ഇപ്പോ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ദർശനം ചെയ്യുന്ന കുട്ടി, ആ കുട്ടിയുടെ പറയാം ജാഫർ എന്ന കുട്ടിന്റെ പേര്. ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ ഗൾഫിലായിരുന്നു.
സുഖമില്ലാതെ നാട്ടിൽ വന്നു. അങ്ങനെ ഇവിടെ ഡോക്ടർമാരൊക്കെ നോക്കുമ്പോ കുടലിൽ പുണ്ണ് പറ്റിയതാണ്. ഏകദേശം ഒരു വിരൽ നീളത്തിൽ പുണ്ണ് ബാധിച്ചിട്ടുണ്ട്. അത് മുറിച്ച് കട്ടുകളഞ്ഞ് കഴിച്ചാൽ പ്രശ്നമില്ല, ആകെ ഒരാഴ്ച കൊണ്ട് തീരുന്ന വിഷയമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അവർ ഒഴിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അയാൾ വരാൻ പറഞ്ഞില്ല. അയാൾ തുടർന്ന കത്തി വേണ്ട, അങ്ങനത്തെ ഒരു രോഗം കിട്ടില്ല, അതൊക്കെ മാറും, നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി. ഇന്നോട് വെള്ളം കൊടുത്തു. ഇയാൾ ഈ വെള്ളം 10 ലിറ്റർ കാനേക്കാ പോയത്. ആ വെള്ളം മുഴുവൻ കുടിച്ചു. അങ്ങനെ ഒരു 10 കാര്യം കുടിച്ചിട്ടുണ്ടാവും. 2 വെള്ളം കുടിച്ചു. അതിനിടയിൽ ഗൾഫിൽ ഗൾഫിൽ ഭയങ്കരമായിട്ട് കൂടി ഒരു വസ്തു കഴിക്കാൻ പറ്റാതായി നാട്ടിൽ വന്നു. വീണ്ടും തിരുവനന്തപുരം ചിത്രയിൽ കൊണ്ടുപോയി. അന്ന് അവിടുത്തെ ചിത്രയിലും ഉണ്ടായത്. അവർ പറഞ്ഞു, ഇപ്പോ ഹൽക്ക് തൊട്ട് ഇഞ്ച് വരെ അവന്റെ മലബാരം വരെയുള്ള എല്ലാ കൊടലും ആകെ പഴുത്തുപോയി. ഒരു രക്ഷയില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് 15-ാം ദിവസം മരിച്ചു. എനിക്ക് മരിച്ചു വിളിച്ചു. അയാളെ 5 വർഷം പിടിക്കണ്ടേ, ഞാൻ മരിച്ചിട്ടൊക്കെ പോയി മരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു. ശേഷം ഞാൻ കുട്ടിയുടെ വാപ്പാനോട് പറഞ്ഞു, ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആര് പറഞ്ഞാന്ന് വെച്ചിട്ട് രോഗമുണ്ടായാൽ പ്രധാന ചികിത്സ നടത്താൻ രസമെന്ന് പറഞ്ഞല്ലേ. നമ്മൾ പുറത്തു വരാൻ പറഞ്ഞത് രോഗമുണ്ടായാൽ ചികിത്സിക്കണം. രോഗമുണ്ടായാൽ ഇങ്ങനെ ഔദ്യോഗിക ആൾക്ക് പോയത് കൊണ്ട് മാത്രം നോക്കൂല. തഥാപി നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ മക്കാമതാണ്. പിന്നെ അതിന് ഉയർന്ന മക്കാമരുണ്ട്, അവർക്ക് ചികിത്സ വേണ്ട. അവര് രോഗം ഉണ്ടാക്കിയ ആളും ചികിത്സ ഉണ്ടാക്കിയ ആളും റബ്ബാണ്, റബ്ബിനോട് എങ്ങനെ. അതാണ് 2ാമത്തെക്കാര്. 3ാമത്തെക്കാരുടെ വലിയ കിട്ടുക, അവര് റബ്ബിനോട് പറയില്ല. കാരണം ഒരു പറഞ്ഞെന്താ, രോഗം തന്നവും അള്ളാവും ശിക്ഷയാക്കണവും അള്ളാവും. എന്റെ നേരക്കാരൻ ആളല്ല അല്ല. അപ്പൊ എനിക്ക് രോഗം ശിക്ഷ തരത്ത നല്ലത് നാമശിഖ വരും. ഞാൻ ഈ രോഗത്തിൽ മരിക്കലാതല്ലേ നശിഖ വരില്ല. അതുകൊണ്ട് ഞാൻ സ്വാമി എന്റെ അവസ്ഥ കൊണ്ട് അവർക്കറിയാലോ. പിന്നെ ഞാൻ ചോദിച്ചിരുന്നില്ലോ. ഇത് 3 മക്കാമേരാ. അതിൽ 1-ാം മക്കാമേൽ വിട്ടല്ല നമ്മള്. നമ്മളോടാണ് സ്വന്തം പറഞ്ഞത് ചികിത്സാക്കി കൊടുക്കും. അവിടെ ഔദ്യോഗിക വർത്താനം കേട്ട് ചികിത്സ നടത്തിക്കണ്ട. ഇങ്ങനെ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ചികിത്സ നടത്തണ്ടേ? ചികിത്സ നടത്തിയില്ലെങ്കിൽ ചിലപ്പം. അപ്പൊ ഇയാള് രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ? ഈ ഔദ്യോഗിക വെള്ളം കുടിച്ചാൽ മതിയോ? അല്ല ഉസ്താദേ, ചികിത്സ രണ്ടില്ലേ. ആത്മീയ ചികിത്സയുണ്ട്, നിങ്ങൾക്ക് അതിന് വിശ്വാസമുണ്ട്. എന്നിട്ട് മൂപ്പര് പറയാണ് ഇയാൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് മരിച്ചത്. ഇതേപോലെ അസുഖം വേറൊരാള് ഹോസ്പിറ്റലിൽ പോയിട്ട് ആള് രക്ഷപ്പെടുകയും ഹോസ്പിറ്റലിൽ പോയിട്ട് ആളുകൾ മരിക്കുന്നില്ലേ? എന്താ ഇങ്ങനൊക്കെ പറഞ്ഞാല് മരണവും ജീവിതമൊക്കെ, മരണമൊക്കെ അചലത്തെ മരിക്കൂലേ? അള്ളാഹുവിന്റെ കള്ളാവ് വന്നാൽ മരിക്കും. ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടോ ഔദ്യോഗിക വെള്ളം കുടിക്കലായിട്ടോ അതിന് രോഗമൊന്നുമില്ല. ഇത് ചികിത്സിക്കാൻ പറഞ്ഞില്ലേ? ചികിത്സ രണ്ടുണ്ട്. ഭൗതിക ചികിത്സയുണ്ട്, ആത്മീയ ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു വന്നല്ലോ. എന്തായി സുന്നത്ത് ജമാഅത്ത്? ഒരു ടീമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നയലില്ല, ചിലപ്പോൾ നയലുണ്ട്. വേറെ മരിച്ചു പോയി കഴിഞ്ഞാൽ പ്രവാചകന്റെ മുത്സത്ത് ഖുർആനല്ലാത്തതെല്ലാം നിലച്ചു. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് തുടങ്ങിയ നിങ്ങൾ പോയി അല്ലാഹുവിന്റെ ഖദർ ഖദാഇൽ വിശ്വാസമില്ലാത്തിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആത്മീയ ചികിത്സകളെ എതിർക്കുന്നവർ, എഴുതിത്തള്ളുന്നവർ, ശിർക്കിനെ പുൽകാൻ ബന്ധൽ കൊല്ലുന്നവരാണ്. ഇവരെ സൂക്ഷിക്കണം. അത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ആത്മീയ ചികിത്സയെ എതിർക്കുന്നവർ ശിർക്കിനെ പുൽകാൻ നോക്കാന് അവരെ സൂക്ഷിക്കണം. ഇത് നിങ്ങൾക്കെതിരെ തന്നെ പണ്ടെഴുതിയതാണ്. അപ്പോ
നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങളെ മുഷാവറയും നിങ്ങളെ ആളുകളും പണ്ഡിതന്മാര് വരെ ഇങ്ങനെ ഓരോ ദിവസവും വിശ്വാസത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വ്യതിചലിച്ച് പോവുകയാണ്. അതൊക്കെ പഴയകാല ആലിമ്യങ്ങളെ കണ്ണീരിന്റെ വിലയാണ് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ചൊന്ന് അവരെ കരഞ്ഞിട്ട് കോടതി പരിചയമില്ലാത്ത പണ്ഡിതന്മാർ, കേസും വകുപ്പുകളും പരിചയമില്ലാത്ത പണ്ഡിതന്മാർ, ഗൗരവവും സമരവും പരിചയമില്ലാത്ത പണ്ഡിതന്മാർ, പോലീസ് വിളിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിയോടെ ഉസ്താദ് കരഞ്ഞത്, ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വലം അല്ലാഹുവിന്റെ ആ ഒരു സുന്നത്ത് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്ന് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്, അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ ആളുകളെ കൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിലിടയ്ക്ക് നമ്മളെ പേരോട് പറയാണ്, ഇപ്പൊ ത്വരീഖത്തിൽ ഇങ്ങനെ കൊടുക്കന്നെ കടല കൊടുക്കണമായി എല്ലാവർക്കും കൊടുക്കുകയാണ്. ആരെ കൊണ്ടാ അത് പറഞ്ഞത്? അത് പറഞ്ഞത് എ പി അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട്. മൂപ്പര് സമ്മേളനത്തിൽ വിളിച്ചിട്ട് എല്ലാവർക്കും ത്വരീഖത്ത് കൊടുത്ത് അപ്പൊ പറയാണ് ത്വരീഖത്ത് കടല കൊടുക്കുമ്പോ കൊടുക്കുക, എല്ലാവരും ശൈഖന്മാരാവുകയാണ്. ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അധികാരം വെച്ച് ജീവിക്കുന്നവർ ശൈഖാണെന്ന് ഉറപ്പ മുസ്ലിം തെറ്റിദ്ധരിച്ചു തോന്നില്ല. മറ്റെന്തെങ്കിലും കുടുമാരുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ, ആക്ഷേപമല്ലാതെ വേറൊന്നും പറയാനില്ല. കഴിഞ്ഞുപോയ വലിയ വലിയ മറ്റെന്തെങ്കിലും കുടുമാരുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ, ആക്ഷേപമല്ലാതെ വേറൊന്നും പറയാനില്ല. കഴിഞ്ഞുപോയ വലിയ വലിയ മുസൽമാൻ തങ്ങൾക്കും വരെ മഹാനവറുകൾ ഇന്നത്തെ പോലെ ഒരു പരസ്യമായ തൊഴിൽ തോർത്തിരുന്നെങ്കിൽ കേരളം മുഴുവൻ ബഹുമാനപ്പെട്ട മന്ത്രങ്ങളും തൊഴിലെത്താനുള്ള. പക്ഷെ അത് ചെയ്തിട്ടില്ല. അതതിന്റെ അർഹരായ ആളുകൾക്ക് അതിന്റെ സ്വഭാവത്തിൽ വളരെ രഹസ്യമായി ഉള്ള സമീപനമാണ്. ഈ മാതൃയുടെ അതിയായി ബലപ്പെട്ട ഇതിന്റെ പേരില്ല എന്ന രഹസ്യജ്ഞാനമാണ്. ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവർ ശൈഖാണെന്ന് ഉറപ്പ മുസ്ലിമിൽ തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയി ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചു പേടിക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ സംശയാത്മരീകത്തിനെ കുറിച്ച് കൊച്ചൂറ് പരീക്ഷത്തിനെ സംബന്ധിച്ച് കുരുടകത്തിൽ കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് സംശയാത്മരീകത്തിനെ കുറിച്ച് പുരുഷാത്മരീകത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ ഈ അടുത്ത് ഒരാള് ചെയ്ത. അപ്പൊ ത്വരീഖത്തിൽ ഒരു രഹസ്യ സ്വഭാവമാണ്. ഇൽമു സിർറ് എന്നാണ് പറയാ. പരസ്യമായി ത്വരീഖത്തിൽ എടുക്കലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസംഗിക്കുമ്പോ അവിടെ അതാ സമ്മേളനത്തിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഖാദിരിയ ത്വരീഖത്തും നഖ്ശബന്ദിയ ത്വരീഖത്തും റിഫായിയ ത്വരീഖത്തൊക്കെ പരസ്യമായിട്ട് പഠിക്കാം. അപ്പൊ പേരോട് പറയാണ്, കടല കൊടുക്കണമായി ഞാനിപ്പോ ത്വരീഖത്ത് കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് അധ്യക്ഷനായി നിൽക്കേണ്ട ആളെ മാറ്റിയതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതാരാണ്? തിരിയേണ്ടവർക്ക്. അങ്ങനെ എല്ലാവരും അവിടെ വെണ്ണത്തോടൊരു പൈസ അദ്ദേഹം അവിടെ എന്റെ ത്വരീഖത്തുണ്ടോ ഇല്ലെന്ന് അല്ലാഹുവാണ് ഒരു ദിക്ർ പഠിപ്പിച്ചിരുന്നു. യാമൻ ബന്ധമ അലൈഹിം റബ്ബുഹും, യാമൻ ബന്ധമ അലൈഹിം റബ്ബുഹും എന്ന് പറഞ്ഞ് ഒരു ദിക്ർ പഠിപ്പിച്ചപ്പോ ആ ദിക്ർ കുഫറാണ്, റിദ്ദയാണ് എന്നൊക്കെ പറഞ്ഞ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചു.
അപ്പോ അതിനെ പറ്റിയിട്ട് സംസ്ഥാനയിലെ നജീബ് മൗലവിയോട് ചോദിച്ചു. പ്രസ്തുത കേന്ദ്രത്തിലെ അഥവാ ആനന്ദ ഫൈസിയുടെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച മുനാജാത്തിൽ യാമൻ ദംദമ അലൈഹിം റബ്ബുഹും എന്നൊരു വാക്യമുണ്ട്. ഇത് കുഫറും ഇതുകൊണ്ട് പ്രാർത്ഥിക്കൽ റിദ്ദത്തുമാണെന്ന് AP വിഭാഗം പണ്ഡിതന്മാർ ഇവിടെ പ്രസംഗിച്ചു. പേരോട് പ്രസംഗിച്ചതിനെ പറ്റിയാ പറഞ്ഞു. അപ്പോ നസീബ് മൗലവിയുടെ മറുപടി ശരിയല്ല, കുഫർ റിദ്ദത്ത് ഹറാം എന്നതിൽ താഴെ മറ്റുള്ളവരുടെ പ്രവൃത്തിയെപ്പറ്റി ഒരു വിധിയും പറയാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. എതിരാളികളെ പറ്റി പറയുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവർ ഗൗനിക്കാറേ ഇല്ല. ആളെ വെറുതെ വ്യക്തിഹത്യ ചെയ്തിട്ട് മറ്റുള്ളവരെ പറ്റി കുഫറും ഹറാമും ആരോപിക്കാൻ AP വിഭാഗത്തിൽ ഒരു മടിയുമില്ല. അത് സംസ്ഥാനയിലെ നജീബ് മൗലവി എഴുതി വെക്കുന്നു. വളരെ വ്യക്തല്ലേ? ആരാണ് ഇത് അംഗീകരിക്കുക? ഒരാൾ വെറുതെ വ്യക്തി തേജോവധം ചെയ്യാം, അയാൾ കുഫർ പറഞ്ഞു എന്ന് പറയാ, അയാൾ രിദ്ദ പറഞ്ഞെന്ന് പറയാ, അയാൾ പൂജ നടത്തിയെന്ന് പറയാ. ഇങ്ങനെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാം. അവരും റബ്ബിനോട് പറയൂലേ ദുആഉൽ മദ്ലൂം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. മഹാനായ റസൂലുള്ളാഹി ആക്രമിക്കപ്പെട്ട ദുആഇന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഹിജാബില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്തരം നല്ല ആളുകൾ, പട്ടിക്കാട് അബ്ദുള്ള ഹാജിയെ പോലെയുള്ള ആളുകൾ അവരെ നിങ്ങൾ വിഷമിപ്പിക്കുമ്പോ ഇല്ലാത്ത പച്ച നുണ പറഞ്ഞ് അവരെ തേജോവധം നടത്തുമ്പോൾ സദാസമയം ദുഃഖിതരായി മുഴുകുന്ന അവരൊന്ന് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. ആ കരങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. തല്ല് തുടങ്ങിയിട്ടുള്ളൂ, തല്ല് മുറുകാൻ തന്നെ ഇരിക്കുകയാണ്. അതാ നമ്മുടെ ഏലംകുളം ബഷീർ സഖാഫി പറയുന്നു, മുഷാവറ മുഴുവനായി പൊങ്ങാൻ പോവുകയാണ്. അതും പുറത്തു വന്നു. ഏലംകുളം ബഷീർ സഖാഫി ഇവിടെ പ്രസംഗിച്ച് കുഴപ്പമുണ്ടാക്കിയ ആളാ. അതൊക്കെ ഓർമ്മ ഇല്ലേ? ഇവിടെ പ്രസംഗിച്ചിട്ടില്ലേ? തന്നെയാൻ പുറത്താ. മൂപ്പര് പറയുന്നു അടുത്ത് മുഷാവറ മുഴുവനായിട്ട് പൊട്ടുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഇനിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാലോ എന്ന് നമുക്ക് തേടാം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. കൂടുതലായിട്ടൊന്നും ഞാനിപ്പോ പറയുന്നില്ല. സൂഫിയാക്കളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമം അനുഭവിക്കുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ ഫത്താവൽ ഹദീസിയയിലൊരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ഫാരിൽ റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട് ഇമാം ബക്കാഇ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ അന്നൽ ബക്കാഇയോ ഫറല്ലാഹു ലഹു, ബക്കാഇക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, കാന മിൻ അകാബിരി അഹ്ലിൽ ഇൽമി, വലിയ പണ്ഡിതനായിരുന്നു ഇമാം ബക്കാഇ തങ്ങളെ. കാന ലഹു ഇബാദത്തുൻ കസീറ, നല്ലോണം ഇബാദത്ത് ചെയ്തിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലോണം ഇൽമുണ്ട്. വലക്കത് സ്വന്നഫ കുതുബൻ കസീറ, ഒരുപാട് കിതാബുകൾ ഇമാം ബക്കാഇ ഉണ്ടാക്കിയിട്ടുണ്ട്. അഫല്ലാഹു അൻ യൻഫഅ അഹദൻ മിൻഹാ, അതുകൊണ്ടൊന്നും ആർക്കും ഉപകാരം കിട്ടിയിട്ടില്ല. കിതാബും മുനാസബാത്തുൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ യോജിപ്പിക്കുന്ന ഒരു കിതാബ് തന്നെ അദ്ദേഹത്തിനുണ്ട്. 10 ജുസ്ആണ്. ഇന്ന് വരെ ആ കിതാബ് ആർക്കും അറിയൂല. വലൗകാന ഹാദൽ കിതാബുൽ ശൈഖിനാ സക്കരിയ, ഈ കിതാബെങ്ങാനും എന്റെ ഉസ്താദ് സക്കരിയ അൻസാരിക്കുണ്ടെങ്കിൽ ലകാന യുക്തബു ബിതൽഹദി, അത് തങ്ക ലിപികളെ കൊണ്ട് എഴുതപ്പെടുമായിരുന്നു. അങ്ങനത്തെ ഇമാം ബക്കാഇ, അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം? അദ്ദേഹം സൂഫിയാക്കളെ എതിർത്തു, ഇബ്നുൽ ഫാരിൽ തങ്ങളെ എതിർത്തു, അതുപോലെ ഇബ്നുൽ അറബി തങ്ങളെ എതിർത്തു. ഇതുകൊണ്ടാണ് മൻ അൻകറ അല സൂഫിയത്തി ലാ യൻഫഅല്ലാഹു ബിഇൽമിഹി, സൂഫിയാക്കളെ വിമർശിക്കുന്നവരെ ഇൽമു കൊണ്ട് അല്ലാഹു ഉപകരിപ്പിക്കൂല. അതാണ് ഇമാം ബക്കാഇ എന്ന് പറയുന്ന മഹാൻ ഉണ്ടായത്. എന്നിട്ട് നോക്കണം നിങ്ങൾ, ഈ ബക്കാഇ എന്ത് ചെയ്ത്? വലക്കത് അദ്ദൽ ബക്കാഇയ തഅസ്സുബു ഇലാ അൻ അൻകറ അലാ ഹുജ്ജത്തിൽ ഇസ്ലാമിൽ ഗസാലി. ബക്കാഇ പറഞ്ഞു ഇമാം ഗസാലിയെ പറ്റി വരെ പറഞ്ഞു.
ഗസാലിയെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തുണ്ടായി? ഹത്താ ദഖല ലിയുസല്ലിമ അലാ ബഅദി അഹ്ലിൽ ഇൽമി. ഏതോ ഒരു റൂമില് ഒരു സൂഫി വര്യൻ ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിനോട് സലാം പറയാൻ വേണ്ടി ബക്കായി കയറി ചെന്നു. ഇപ്പൊ വജദഹു ഫി മക്കാനിൻ ഖാലിൻ. സൂഫിയായ ആൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, ഒന്ന് കയറി സലാം പറയാ എന്ന് വിചാരിച്ച് ബക്കായി കയറി ചെന്നപ്പോ അഹദ ദാലിക റജുൽ താസൂനതഹു, ചെരിപ്പങ്ങ് ഊരിയിട്ട് ബക്കായിനെ ഒന്നാട് കൊടുത്തു. ആര്? ഈ സൂഫിയായ മനുഷ്യൻ. എന്നിട്ട് പറയുന്നു, അൻതൽ മുൻകിർ അലൽ ഗസാലി, നീയാണോ ഗസാലിനെ വിമർശിച്ചത് എന്ന് പറഞ്ഞിട്ട് തല്ലങ്ങ് കൊടുത്തു. എത്രത്തോളം ഹത്താ ജാ അന്നാസ്, ജനങ്ങളൊക്കെ വന്നു ഹല്ലസൂഹുവിന്ദു, ജനങ്ങളൊക്കെ വന്ന് മൂപ്പരെ പിടിച്ചുകൊണ്ടുപോയി. അന്ന് സൂഫിയാക്കളെ എതിർത്തവർക്ക് ചെരുപ്പ് ഊരി തല്ലാണെങ്കിൽ ഇന്ന് ചെരുപ്പ് ഇട്ട് ചവിട്ടാണ് വെക്കുന്നത്. നോക്കണേ, സൂഫിയാക്കളെ വിമർശിച്ചവർ എത്ര വലിയവരാണെങ്കിലും അവരെ വകവെക്കില്ല, അവരെ വിലവെക്കില്ല, അവരെ കൊല്ലൂല എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി അവിടുത്തെ ഫത്താവൽ ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചോര കലർന്ന പുസ്തകം മേലിൽ പ്രസിദ്ധീകരിക്കരുത്. ഇനി പ്രസിദ്ധീകരിക്കൂലെങ്കിലും ഒരു ഉണർത്തൽ നിങ്ങളോട് പ്രത്യേകം നടത്തുകയാണ്. ഇതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമല്ലേ? അവസാനം നിങ്ങൾ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തൂല എന്നാണെങ്കിൽ അത് ജീവിതകാലത്താണ്, വഫാത്തിന്റെ ശേഷം അത് കത്തും. വഫാത്തിന്റെ ശേഷം അങ്ങനെ ഒരു പ്രത്യേകത അതിനില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ പിന്നെ എന്തിനാ ആ വെള്ളം നിങ്ങൾ ഉമ്മാക്ക് കൊടുത്തത്? അത് മരിക്കണ നേരത്തെ. എത്ര വലിയ ഗൗരവമുള്ള വിഷയ! അതിന് പ്രത്യേകത ജീവിതകാലത്തെ ഉള്ളു, വഫാത്തിന്റെ ശേഷം ഇല്ലാതെ പറയാ. എന്നിട്ട് അത് മുഖ്യ വെള്ളം ഉമ്മാക്ക് കൊടുക്കുക. അത് കൊടുത്തത് മൂപ്പര് ലാസ്റ്റാ പറഞ്ഞിട്ടോ. ആദ്യം മൂപ്പര് ജിഷാനോട് പൊട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നത്, എന്താണ് ഇതൊക്കെ കഥ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞ റൂട്ടിലൂടെ പോകാൻ തന്നെ ഇതൊക്കെ ഉണ്ടായത് എന്ന് പൊട്ടിച്ചിരിച്ചു മൂപ്പര് ജിഷാനോട് പറയുന്നുണ്ട്. ആ ചിരിയൊക്കെ ഇങ്ങനെ കേട്ടാലേ 4 മതത്തിലും ഫത്വ കൊടുക്കുന്ന ആൾക്കാർ ഒന്നായി ചിരിയൊക്കെ ചിരിച്ചാല് സുബ്ഹാന ജലാലു. അല്ലെങ്കിൽ തന്നെ ഹാഫിദിനെ വിമർശിച്ച അന്ന് എപി ചോദിച്ചല്ലോ, എന്തിനാ ഈ പൊന്മളങ്ങനെ എല്ലാവരും വിമർശിക്കാൻ നിൽക്കുന്നത്? കാരണം ജിഷാനോ അതാ പൊന്മളിനോട് പറയുന്നു, ഒന്നാം മുരീദ് ഹാഫിദിന്റെ ഒന്നാം മുരീദ് എപി ഉസ്താദാണ്, 2ാം മുരീദ് ചെറിയപ്പിയാണ്. അപ്പൊ അത് അങ്ങനെ ഒരു ഭാഗം. മറ്റൊരു ഭാഗത്താണെങ്കിലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്കിടക്കൊക്കെ നയലുണ്ടാകും. എന്താ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? ഇവരെല്ലാം വലിയ സുന്നിയറായിട്ട് നടന്നിരുന്നു, അത് പൂവാത്തിലുണ്ടോ ഉന്നനത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്നിരുന്ന ആൾക്കാർ എന്നിട്ട് മുജാഹിദിന്റെ വാദം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്കിടക്കൊക്കെ നയലുണ്ടാകും. ഈ പുസ്തകം തന്നെ, ഈ ചുവന്ന പുസ്തകം തന്നെ എത്രയോ ദിവസങ്ങൾ പറയാനുണ്ട്. ചുരുക്കിയതാണ് ഞാനിപ്പോ വളരെ വൈകിപ്പോയി. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതൊക്കെ മറ്റൊരൊരിക്കലാവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആരും അല്ലാഹുവിന്റെ ഔലിയാക്കളെ സൂഫിയാക്കളെ ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇമാമിന്റെ കഥ പറഞ്ഞില്ലേ, എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കുക. എവിടെങ്കിലും ഒരാൾ ദിക്ർ ചൊല്ലിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ ദിക്ർ ചൊല്ലിക്കോട്ടെ. മൂപ്പരെ ഏതോ ത്വരീഖത്ത്, മൂപ്പരെ രഹസ്യങ്ങൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് അദ്ദേഹത്തെ വ്യക്തി തേജോവനം ചെയ്യരുത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും വിഭാഗത്തിലുള്ള എന്റെ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തരുമാറാകട്ടെ. നമുക്കൊക്കെ ഒന്ന് ദുആ ചെയ്യാം. എന്താ പറയണ്ട?
അർഹമുർ-റഹീമായ അൽ-മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ അല്ലാഹുൽ വലിയുമായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളെല്ലാവരെയും എന്റെ മശായിഖന്മാരുടെ ഖദമിലായി നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്.